നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ശരണ്യ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും ശരണ്യക്ക് അറിയില്ല. വനിതാ പ്രവർത്തക വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരണ്യയുടെ മനസ്സിൽ. അപ്പൊ തനിക്ക് ഇനി സ്കൂളിലേക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ലേ? താൻ ഈ വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടേണ്ടി വരുമോ? അലീന ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേ എങ്കിൽ ആ ശ്രീകുമാരി വന്നതിന് ശേഷം ഉള്ളതും കൂടെ ഇല്ലാതായി. തൻ്റെ വീട്ടുകാരൊക്കെ അവർക്കൊപ്പം നിൽക്കുള്ളൂ. കാരണം പൈസയും കാര്യങ്ങളൊക്കെ കിട്ടും. വീടൊക്കെ പുതിയത് പണിയാനായിട്ടൊക്കെ പറ്റുമെന്നാണ് പറയണേ. തൻ്റെ പേര് പിരിവുകളും കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശരണ്യക്ക് ഭയങ്കര വിഷമമായി. പഠിക്കണം, നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. MBBS എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. എല്ലാ ആഗ്രഹങ്ങളും പൊലിഞ്ഞു പോകുന്ന പോലെ ശരണ്യക്ക് തോന്നുവാണ്. ആരും ആശ്രയമില്ലാത്ത പോലെ ഒരു തോന്നല്. അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് വരണ സമയത്ത് എന്തൊരു സന്തോഷമായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ട് കെട്ടടങ്ങി. ആ സങ്കടം സഹിക്കാനായിട്ട് ശരണ്യക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതേസമയം ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ സംസാരിക്കുകയാണ്. അപ്പം ഗോവർദ്ധനോട് ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോവർദ്ധൻ പറഞ്ഞു, ബാലേട്ട എങ്ങനെ രോഹിയെ രക്ഷിച്ചേ മതിയുള്ളൂ. അതുകൊണ്ട് ബാലേട്ടൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ ഉറപ്പായിട്ട് ബാലേട്ടനോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, അലീന പക്ഷെ സമ്മതിക്കുന്നില്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? അലീന പറയുന്നേ നമ്മളിങ്ങനെയൊന്നും എടുത്തിയാടി ഒരു തീരുമാനം എടുക്കരുതെന്നാ പറയണേ. പിന്നെയോ? അല്ല, അവള് കാര്യങ്ങളൊക്കെ നൈസായിട്ട് കൈകാര്യം ചെയ്തോളാന്ന്. നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പത്രക്കാരും മീഡിയക്കാരും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയില്ലാന്ന്. ഈ ശരണ്യ ചിലപ്പോൾ പറയുന്ന രോഹിത്താണ് തെറ്റ്, രോഹിത്തും കൂടെ ചേർന്നാ തെറ്റ് ചെയ്തേന്ന്. അത് കേട്ടപ്പം ഗോവർദ്ധൻ പറഞ്ഞു, ആഹാ, അതിനകത്തൊരു പോയിന്റ് ഉണ്ടല്ലോ ബാലേട്ട, അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നേ. ഗോവർദ്ധൻ അതും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുമോ? അവളെ കൊണ്ട് നമുക്ക് സത്യം പറയിപ്പിക്കണ്ടേ? അവൾ കള്ളത്തരം പറഞ്ഞിട്ടല്ലേ നമ്മുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് ചോദിച്ചു. അത് പിന്നെ മറ്റുള്ളവർ പറയുന്ന അവൾക്ക് അനുസരിക്കാൻ പറ്റുള്ളായിരിക്കും. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ ചെയ്തേ. ഒരു കാര്യം ചെയ്യുക, അലീനയെ കൊണ്ട് അവളെ ഒന്ന് സ്വാധീനിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ കോടതിയിൽ അങ്ങനെ മൊഴി പറയണമെന്ന്. അത് വേണം, ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ അവൾ അത് കേൾക്കുമെന്നറിയില്ല. അലീനയുടെ സ്വഭാവം ഗോവർദ്ധൻ അറിയാലോ. അവളങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടണമെന്നൊരു ചിന്താഗതിക്കാരി അവള്. അതിന് ബാലേട്ട രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ല. അതാണ് എൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ആത്മവിശ്വാസം. പിന്നെ അവൾ പറയുന്ന പോലെ തന്നെ ഞാനിതുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലീസും ബഹളവും ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ശരണ്യെ മൊഴി മാറ്റി പറഞ്ഞ പ്രശ്നമാവെന്ന് പറഞ്ഞു. ബാലേട്ട എനിക്കും തോന്നുന്നുണ്ട് അലീനയുടെ ഭാഗത്ത ശരിയെന്ന്. അലീന പറയുന്ന പോലെ കാര്യങ്ങളും മുന്നോട്ട് പോട്ടെ, നമുക്ക് നോക്കാം. ഒരുപക്ഷെ അലീന പറയുന്ന പോലെ തന്നെയാണെങ്കിലോ അങ്ങനെ ചെയ്താൽ മാത്രമേ ചിലപ്പോൾ രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്കും തോന്നുന്നുണ്ട്. ശരണ്യയുടെ മനസ്സിലേക്ക് ഒരു കാരണവശാലും പ്രഷർ കൊടുക്കരുത്. പ്രഷർ എഴുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സത്യങ്ങളൊക്കെ ചിലപ്പോൾ കോടതിയിൽ വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് വരും. അലീന പോട്ടെ ശരണ്യെ കാണാനായിട്ട്, പിന്നീട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനും ആ കാര്യം തന്നെയാണ് പറയണേ. ബാലേന്ദ്രൻ തോന്നി അതായിരിക്കും ശരിയെന്ന്. ഈ സമയത്ത് കമല മനുവിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മനു നീ പറഞ്ഞിട്ടുണ്ട് അലീന കേൾക്കും. രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അവൾ തന്നെയായിരിക്കും മുൻകൈ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരിക്കുക. ശരണ്യെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിച്ചായിരിക്കും, എനിക്ക് അങ്ങനെയൊക്കെ തോന്നേ. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, അമ്മയൊന്നും നിർത്തുന്നുണ്ടോ? അതിൻ്റെ ആവശ്യമൊന്നും അവൾക്കില്ല. അവൾ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ ചെയ്യില്ല പോലും, അതൊക്കെ നിനക്ക് തോന്നല. അവൻ ആ രോഹിത്തിനെ രക്ഷിക്കാനായിട്ട് അവൾ അത്രമാത്രം റിസ്ക് എടുത്തിട്ടുണ്ട്. ആ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഡെയിലി പോകുമായിരുന്നല്ലോ. എങ്കിലും ഒരു കാര്യം ചെയ്യുക, നീ ഒന്ന് ചെന്ന് നോക്ക്. നീ ആ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. ഞാനും കൂടെ ചെന്നിട്ട് വേണം എന്നെ അവരവിടെയിട്ട് കത്തിക്കാൻ അല്ലേന്ന് ചോദിച്ചു. എടാ അങ്ങനെയൊന്നും സംഭവിക്കത്തൊന്നുമില്ല, അലീന ഒന്നും ചെയ്തില്ലോ. അത് പിന്നെ അലീനെ പോലെയാണോ ഞാൻ? നിനക്കെന്താ കൊമ്പുണ്ടോ? അല്ലെങ്കിൽ നിനക്ക് എല്ലാത്തിനും ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുവാണ് കമല. അല്ലെങ്കിൽ നീ അലീനയോട് ഇന്ന് കാര്യങ്ങൾ സംസാരിച്ചു നോക്ക്. അലീനയോട് സംസാരിക്കുവാണെങ്കിൽ നീ പറയുവാണെങ്കിൽ ചിലപ്പോൾ അലീന കേൾക്കും. ഹരിയും കൂടെ എങ്ങനെയെങ്കിലും വെറുതെ വിടാനായിട്ട് ഒന്ന് പറയണം. മറ്റു രണ്ടുപേര് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോളാൻ പറ. അപ്പം പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അത് കേട്ടപ്പോൾ മനുവിന് ദേഷ്യം വന്നു. മനു ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി. അമ്മയുടെ ഒരു കാര്യം അമ്മയോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ മനു രണ്ടും കൽപ്പിച്ച് അലീനയെ വിളിക്കുകയാണ്. അങ്ങനെ അലീനയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് രോഹിത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അലീന പറഞ്ഞു, ഞാൻ ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മനുവേട്ട. അച്ഛൻ എന്താണെങ്കിലും അച്ഛൻ്റെതായ വഴിക്ക് നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്കതിന് ഒട്ടും സമ്മതമല്ല. അങ്ങനെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ രോഹിത്തിന് ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പോലീസും ബാക്കിയുള്ള നാട്ടുകാരും എല്ലാം അവളോടൊപ്പം നിൽക്കുന്നത്. അവൾ പറയുന്നതാണ് കാര്യങ്ങൾ. കാരണം അതിജീവിത പറയുന്ന കാര്യത്തിനാണ് വാക്കിനാണ് വിലയുള്ളൂ. അവൾ രോഹിത്ത് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദ്രവിച്ചിട്ടുണ്ട്, അത്രയ്ക്ക് അത്രമാത്രം. പിന്നെ ഞാൻ വേണേൽ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞുകൊണ്ട്
അവളെ കൊണ്ട് ചിലപ്പോൾ അവളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ വനിതാ പ്രവർത്തക രാഷ്ട്രീയക്കാരോ ഒക്കെ ചിലപ്പോൾ പറയിച്ചെന്നിരിക്കും. അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ടാ? കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല മനുവേട്ടാ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ ഈ കാര്യമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ, പ്രതിയുടെ വീട്ടിൽ നിന്ന് 2 ഏജന്റുമാർ വന്നിട്ട് ശരണ്യെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നോ അടുത്ത വാർത്ത വരത്തുള്ളൂ. അതൊരിക്കലും നല്ലതായിട്ടുള്ള കാര്യമല്ല. അല്ല ലീന, ഞാൻ വന്ന് ചിലപ്പോൾ അവളോടൊന്ന് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. രോഹിത്തിൻ്റെ കാര്യത്തിൽ അറിയാലോ, അവൾക്ക് ചിലപ്പോൾ നിലപാട് മാറ്റേണ്ടതായിട്ട് വരും. അല്ല, രോഹിത്ത് നിരപരാധിയാണ്, പിന്നെ അവനെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നമ്മൾ നയതന്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. എടുത്തടിച്ചൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നാശത്തിൽ ചെന്ന് കലാശിക്കുള്ളൂ എന്ന് പറഞ്ഞു. മനു പറഞ്ഞു, എന്താ അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ അത് ചെയ്യുക. ഇപ്പം എനിക്കിനിയിപ്പം എന്താ പറയാനുള്ളത്, കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ ഒരു കാര്യം തീരുമാനിച്ചു. വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. വക്കീൽ വരട്ടെ, വക്കീൽ ഒരു തീരുമാനം പറയട്ടെ. അങ്ങനെ വക്കീലിനെ വിളിച്ച് ഇതിനെക്കൂടി സംസാരിക്കുന്നുണ്ട്. ഒരു ഉപദേശം തേടണമല്ലോ. ആ സമയത്ത് വക്കീൽ പറഞ്ഞു, കോടതിയിൽ ആ പെൺകുട്ടി മൊഴി കൊടുക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. കോടതിയിൽ മൊഴി കൊടുക്കണം. രോഹിത്തൊന്നും ചെയ്തിട്ടില്ലെന്ന് എങ്കിൽ മാത്രമേ പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് ചിലപ്പം അവളുടെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നില്ല. അല്ല, അല്ലെങ്കിൽ പിന്നെ അവൾ പറയുന്ന കാര്യങ്ങൾ വല്ല ഫോണിനകത്ത് പിടിച്ചിട്ടോ അങ്ങനെയായിട്ട് മൊഴിയായിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ വക്കീലെ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ആ പെൺകുട്ടി അന്നങ്ങനെ അലീനയോട് പറഞ്ഞുകൊണ്ട് ഇനി അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും അലീന അങ്ങോട്ട് വന്നു. അലീനയോട് വക്കീൽ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, സാറേ, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് നിന്ന് അവളെ നിർബന്ധിച്ചു വെച്ചു. പക്ഷേ അവൾക്ക് ചിലപ്പം എന്നോട് ചിലപ്പം ദേഷ്യം തോന്നാൻ വഴിയുണ്ട്. കാരണം ഞാൻ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് അവളുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും. അത് മാത്രമല്ല, നാളെ ചിലപ്പോൾ കോടതി വന്നു കഴിയുമ്പോഴത്തേനും അവളുടെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൾ പറയും രോഹിത്തും കൂടി ഇതിനകത്തുണ്ടായിരുന്നു പറയും. അവളുടെ മനസ്സിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാരതറിയും. വീട്ടുകാർ അവളെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും രോഹിത്തിനെതിരായിട്ട് മൊഴി കൊടുക്കാനായിട്ട്. അത് പാടില്ല. അവൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അവളുടെ മനസ്സിനെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് വിട്ടേക്കണം. അവളുടെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യം അവൾ പറയണമെങ്കിൽ അതോ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ, നിനക്കറിയാലോ, രോഹിത്ത് തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണ്ടേ? അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക, ഞാനല്ലേ പറയണേ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വക്കീൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അലീന ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയാവുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ, നീ അങ്ങോട്ടേക്ക് പോകുന്ന കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ശരണ്യയോട് നീ കാര്യങ്ങളൊക്കെ സംസാരിക്കണം. എങ്ങനെയെങ്കിലും അവളോടൊന്ന് പറഞ്ഞ് രോഹിത്തിനെതിരെ മൊഴി കൊടുക്കലെന്നൊന്ന് പറയണം. അത്രയെങ്കിലും ഉപകാരം നീ ചെയ്യുമോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അച്ഛൻ എന്ത് വർത്താനം അച്ഛൻ പറയണേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ എന്ത് വിലയാണ് പിന്നെ ഉള്ളത്? അച്ഛൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് അവൾക്ക് തോന്നത്തില്ലേ? പിന്നെ അവൾ എന്നോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമോ, സംസാരിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം അവളുടെ മനസ്സ് ശരീരമൊക്കെ തളർന്നിരിക്കുക. അപ്പോൾ അവൾ ജീവിതത്തിലേക്ക് കൈ പിടിച്ചുകൊണ്ട് വരാനാണ് ഞാൻ പോകുന്നത്, അല്ലാതെ അവളെ സ്വാധീനിക്കാൻ ശ്രമിക്കാനല്ലെന്ന് പറഞ്ഞു. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ തോന്നുവാണെങ്കിൽ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, അവൾ പറയട്ടെ. ബാക്കി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അലീന ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലുക. ഈ സമയം ശരണ്യയുടെ അച്ഛനുണ്ടായിരുന്നു. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ എന്താന്നൊക്കെ ചോദിക്കുകയാണ്. അല്ല, ശരണ്യയെ കാണാനായിട്ട്. ശരണ്യോ? അവളിപ്പം നീ കാണണ്ടാന്ന് പറഞ്ഞു. എനിക്കറിയാം, നീ അവരുടെ ഏജന്റായിട്ട് വരുന്നതല്ലേ, ആ വീട്ടുകാരുടെ. എൻ്റെ മോളുടെ മനസ്സ് മാറ്റാനായിട്ട്. എന്താ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയണേ? ഒരിക്കലും ഞാൻ അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ എനിക്കത് എന്നെ ആവായിരുന്നു. പക്ഷെ അതിനൊന്നും വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ വന്നേന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അവളിന്ന് കാണണം, ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞു. നീ കൂടുതൽ ആശ്വസിപ്പിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശരണ്യയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, എന്താ ഇത്, കണ്ടിട്ട് പോട്ടെ ശരണ്യ എന്നൊക്കെ പറയണു. ഒടുവിൽ അലീനെ ശരണ്യയെ കാണാൻ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണ്യ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കാരണം തലേ ദിവസം ശ്രീകുമാരി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സറിയ ഉണ്ടായിരുന്നേ. അങ്ങനെ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. എന്താ മോളെ, പെട്ടെന്ന് എന്താ നിന്റെ മോഹമൊക്കെ വല്ലാതിരിക്കുന്നേ? ആകെപ്പാടെ ഡള്ളായിട്ടിരിക്കുന്ന, എന്ത് പറ്റി? പക്ഷെ ഉഷാറൊക്കെ അങ്ങോട്ട് പോയല്ലോ, ഇന്നലെ നല്ല ഊർജ്ജസ്വലതയായിട്ടുണ്ടായിരുന്നാണല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം ശരണ്യ ഒന്നും മിണ്ടാതെ നോക്കുവാണ്. പിന്നീട് അലീന കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അപ്പോഴാണ് ശരണ്യ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോളെ ആരും പ്രഷർ എടുത്താനൊന്നും പോകുന്നില്ല. പിന്നെ കോടതി മൊഴി കൊടുക്കണ സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ചൊന്നും അല്ല മോള് മൊഴി കൊടുക്കണ്ടേ. മോളുടെ മനസ്സിന് ചേരുന്ന എന്താണെന്ന് വെച്ചാൽ മോളുടെ മനസാക്ഷിക്ക് ചേരുന്ന കാര്യങ്ങൾ ജഡ്ജിയോട് പറഞ്ഞാൽ മതി. അവിടെ ആരും മോളെ
പേടിപ്പിക്കാനോ ഒന്നും വരത്തില്ല. ധൈര്യമായിട്ട് മോള് മൊഴി കൊടുത്താൽ മതി. മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. ഒരിക്കലും നമുക്ക് പിന്നീട് അത് ഓർത്ത് കഴിയുമ്പോൾ കുറ്റബോധം തോന്നരുത്. മറ്റൊരാളുടെ ജീവിതം താൻ കാരണം നശിപ്പിക്കപ്പെട്ടല്ലോ എന്നൊരു ചിന്തയാക്കും തോന്നരുത്. ഞാൻ ആർക്ക് വേണ്ടി പ്രഷർ ചെലുത്താൻ വന്നതല്ല, ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അങ്ങനെയൊക്കെ ശരണ്യോട് പറയുന്നുണ്ട്. നീ പേടിക്കാതിരിക്കുക. ഈ പറയുന്ന ആൾക്കാരൊക്കെ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വരത്തൊന്നുമില്ല. നീ പഠിക്കണം. അവരൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണം. അതൊക്കെ നിന്റെ കഴിവുകൊണ്ടാകണം. അല്ലാതെ ആരുടെ മുന്നിൽ കെഞ്ചി അല്ലെങ്കിൽ സഹതാപാത്രമായിട്ട് നീ നിൽക്കരുത്. അവരെങ്ങനെയൊക്കെ പറയാൻ 100 പേര് കാണും. അതിനെയൊക്കെ ഓവർകം ചെയ്ത് നീ വരണം. എങ്കിൽ മാത്രം നീ അതിജീവിതയാവത്തുള്ളൂ. അവളുടെ മനസ്സിൽ ധൈര്യം കൊടുക്കുകയാണ്. കാരണം മൊഴി കൊടുക്കാൻ പോകേണ്ട ദിവസമായി. മൊഴി കൊടുക്കണം. പിറ്റേ ദിവസം മൊഴി കൊടുക്കാൻ പോകേണ്ടതാണ്. അപ്പോൾ അതൊക്കെ അലീന കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അലീനയ്ക്ക് അങ്ങനെയൊക്കെ സ്വാധീനിക്കുന്ന ആരും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിന് അവരെയൊക്കെ കോടതിയിലേക്ക് ഹാജരാക്കുവാണ്. ഇനിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. അവർക്ക് ഇനി ഇപ്പം ജാമ്യം കിട്ടുമോ? 30 ദിവസമായി. 30 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടുമല്ലോ എന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഉറപ്പായിട്ടും അലീന രോഹിത്തിനെ രക്ഷിക്കുക തന്നെ ചെയ്യും. അലീനയുടെ വാക്കുകളായിരിക്കും ശരണ്യ കേൾക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.